ഹലോ, നമസ്കാരം. നമ്മൾ പലപ്പോഴും പലരെയും പല സാഹചര്യത്തിലും വിമർശിച്ചിട്ടൊക്കെ സംസാരിക്കലുണ്ടല്ലോ. യെസ്, ഓഫ് കോഴ്സ്, അങ്ങനെ വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയാണെങ്കിലും വിമർശിക്കണം, അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അതേപോലെ തന്നെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ആ നല്ലതിനെയും നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ആ നല്ലതിനെ കുറിച്ചിട്ടും കാര്യമായിട്ട് തന്നെ സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞു വന്നത്, കുറച്ചു നേരം മുമ്പ് ഞാൻ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ക്യൂ സ്റ്റുഡിയോയിൽ പുതിയതായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ ആണ്. 55 മിനിറ്റ് ഉണ്ട്. കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 55 മിനിറ്റും ഞാൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടു തീർത്തു. മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. കാര്യം, എനിക്ക് ഷൈൻ ടോം ചാക്കോനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പുള്ളീനെ വ്യക്തിപരമായിട്ട് അറിയത്തൊന്നുമില്ല. എന്നാലും ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുള്ളീനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പാവമാണ്. പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ പ്രയാസമൊന്നും ഉണ്ടാക്കാത്ത ഒരാളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ആരും പുള്ളിയെക്കുറിച്ച് ഭയങ്കരമായ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. വിൻസിയുടെ വന്നു, അത് പുള്ളി തിരുത്തേണ്ടതാണ്, അത് തിരുത്തിയിട്ടുണ്ടോ, അത് കഴിഞ്ഞ കാര്യം ഞാൻ പറയുന്നില്ല. അതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും പുള്ളിയെ കുറിച്ചിട്ട് കേട്ടിട്ടുമില്ല. പിന്നെ ആകെ പുള്ളിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഹാബിറ്റ്സ്, ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാബിറ്റ്സ് മാത്രമാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളി പാവമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊരു മാറ്റമാണ് പുള്ളിക്ക്. അയ്യോ, വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നുകയാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം കാണുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒരു കിക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആ സാറ്റിസ്ഫാക്ഷൻ പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സംസാരത്തിലുള്ളൊരു ക്ലാരിറ്റി ആയിക്കോട്ടെ, ക്ഷമ, പുള്ളിക്ക് മുമ്പ് ഇല്ലാതിരുന്നൊരു സാധനം അത്. അതായത് ആങ്കർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും തന്നെ ഇടയിൽ കൂടെ കയറുന്നൊരു പ്രവണത പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഇൻ്റർവ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനീഷ് ഏട്ടൻ ഷൈൻ ടോമിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യം മൊത്തമായിട്ട് ഷൈൻ ഇരുന്ന് ശാന്തമായിരുന്ന് കേട്ട് ലിസൺ ചെയ്യുന്നുണ്ട്. ചെവി കൊണ്ട് മാത്രമല്ല, തലച്ചോറും കൊണ്ടും അത് ലിസൺ ചെയ്ത് ആ ചോദ്യം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ആ ചോദ്യത്തിനുള്ള മറുപടി പുള്ളി ഇരുന്ന് കൊടുക്കുന്നത് കണ്ട സമയത്ത് എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എനിക്കത് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അതൊരു മാറ്റമാണ്, മനസ്സിലായ. പിന്നെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. മറ്റുള്ള ഇൻ്റർവ്യൂസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടാണ് പുള്ളി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് അതിൽ വിമർശനങ്ങളൊക്കെ പുള്ളി കേട്ടിട്ടുണ്ട് അല്ലേ. ആ ക്ലാരിറ്റി പ്രശ്നം, തേറ്റുല്ലിയുള്ളത്, അങ്ങനെ വല്ലാതൊരു സാഹചര്യത്തിലൂടെ പുള്ളി പോകുമ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, പുള്ളി നല്ല കഴിവുള്ളൊരു ആക്ടറാണ്. കുറുപ്പ് പോലത്തെ ഒരു സിനിമ, എന്തൊരു പവറായിരുന്നു ആ ക്യാരക്ടറിന്. അതേപോലെ ഇഷ്ക്, ഇതിഹാസ, ഭീഷ്മപർവം, തല്ലുമാല, ഇതിലൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ, പ്രധാന നായകന്മാർ വേറെ ആണെങ്കിലും പുള്ളിക്ക് കിട്ടുന്ന ക്യാരക്ടർ അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് പുള്ളി അത് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഈ ചെയ്ത സിനിമകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയാറുണ്ട്. സോ അത്രയും കാലിബർ ഉള്ളൊരു ആക്ടർ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, പുള്ളി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീഴുകയാണല്ലോ. ഇപ്പോൾ ആക്ടിങ്ങിലാണെങ്കിലും ഡയലോഗ് ഡെലിവറി ക്ലിയർ ആവാത്ത പ്രശ്നങ്ങളുണ്ട്. പുള്ളിയാണെങ്കിൽ അത് ആളുകൾ വിമർശിക്കുന്ന സമയത്ത് തിരുത്താനും തയ്യാറാവുന്നില്ല. പുള്ളിയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി നിൽക്കുന്നു, അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസേൺ ആണ്. ആസ് എ പ്രേക്ഷകൻ, ഒരു ആക്ടറോടുള്ള ഒരു കൺസേൺ ആണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് വീഡിയോസിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ പുള്ളിയിൽ ഇങ്ങനൊരു മാറ്റം കാണുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ പറയാനുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ ലഹരിയുടെ കാര്യം പുള്ളി പറയുന്നുണ്ട്, പുള്ളി എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. പുള്ളി ഇതിനു മുമ്പും ഇങ്ങനെ നിർത്താനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് നിർത്തിയതൊക്കെ തന്നെയാണ്. പക്ഷെ അതെന്തോ വേറെ എന്തൊക്കെയോ ഭയം കൊണ്ടും അല്ലെങ്കിൽ ഒരു പ്രഷർ കൊണ്ടുമൊക്കെയാണ് പുള്ളി നിർത്തിയതെന്നാണ് ആക്ച്വലി പറഞ്ഞത്. പിന്നെയും അയാൾ തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്തവണ അയാൾ നിർത്തിയത് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ട് നിർത്തിയതാണെന്നുള്ളൊരു സംഭവം പുള്ളി പറയുന്നുണ്ട്. അതായത് ഞാൻ കാരണം മറ്റുള്ളവർക്കും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പുള്ളിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പ്രയാസം, ദുഃഖം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് പുള്ളി മനസ്സിലാക്കുന്നു എന്നുള്ളൊരു ആ ഒരു റിയലൈസേഷൻ വന്നിട്ടാണ് പുള്ളി നിർത്തിയിരിക്കുന്നത്. അതിന് വേണ്ടി പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് പുള്ളിയുടെ സംസാരത്തിലും പിന്നെ കാര്യങ്ങൾ പറയുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷമൊന്നുമല്ല പുള്ളി ഇത് നന്നാവാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അച്ഛൻ മരിക്കേണ്ടി വന്നോ ഇയാൾക്ക് നന്നാവാൻ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം വരുന്ന ആൾക്കാർ സപ്പോർട്ടാണ്. പക്ഷേ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്തരത്തിൽ തെറ്റിദ്ധാരണയുള്ള ആൾക്കാരോട് പറയാനുള്ളത്, അച്ഛനൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ റീഹാബിൽ പോയി തുടങ്ങുകയും മാറ്റം വേണം എന്നുള്ളൊരു ചിന്തയുണ്ടായി. അതിനു വേണ്ടി പുള്ളി തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ
ഇടയിലുള്ളൊരു യാത്രക്കിടയിലാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയൊക്കെ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി, ആൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് ആക്ച്വലി. കാരണം അയാളൊരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ആ ഒരു ഇൻ്റർവ്യൂ കാണണമെന്ന് ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ. ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് കണ്ട് മാറാൻ പറ്റുമെങ്കിൽ മാറാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. അയാളിൽ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ, അയാൾ മുമ്പ് ചെയ്ത സിനിമകൾ, കുറുപ്പ് കാണും, അല്ലെങ്കിൽ ഇഷ്ക് കാണും, ആ സിനിമകളിൽ ഉണ്ടാകുന്ന പുള്ളിയുടെ പെർഫോമൻസ്, ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ പെർഫോമൻസ്, ക്ലാരിറ്റി ഇല്ലായ്മ, പണ്ട് പുള്ളി കൊടുത്ത ഇൻ്റർവ്യൂസ്, ഇപ്പോൾ പുള്ളി കൊടുക്കുന്ന ഇൻ്റർവ്യൂസ്, ഡിഫറൻസ് നോക്ക്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ആളുകൾക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം പുള്ളിയുടെ ഇപ്പോഴത്തെ മാറ്റത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റും. നമുക്ക് തന്നെ മാറാൻ വേണ്ടി തോന്നും. ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും റിയലൈസ് ചെയ്യാനൊക്കെ പറ്റും ആക്ച്വലി. ഇപ്പോഴത്തെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പുള്ളി ഹി ലുക്ക് സോ ഹെൽത്തി. ഷൈൻ ഇപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് യെസ്, ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് കയ്യിന് ബുദ്ധിമുട്ടായി, അതല്ലാതെ ഞാൻ പറയുന്നത് അയാൾ ടോട്ടലി ഹെൽത്തി ആയപ്പോൾ. അയാളുടെ ഫേസ് നോക്കൂ, അയാളുടെ ഫേസിൽ എന്തൊരു എനർജറ്റിക് ആയിട്ട് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു കണ്ണിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ലൈഫ് തോന്നുന്നുണ്ട് അയാളുടെ ഫേസ് കാണുന്ന സമയത്ത്. അത് ഇടയ്ക്ക് എപ്പോഴും അത് നഷ്ടപ്പെട്ട് പോയിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബട്ട് അത് അയാൾക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതാണ്. ശരിക്കും ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. കാരണം ഒരാൾക്ക് ഹാബിറ്റ്സ് ഉണ്ടാവാം, ആ ഹാബിറ്റ്സിൽ പലരും സുഖം കണ്ടെത്തുന്നുണ്ടാവാം. പക്ഷേ ഈ ഹാബിറ്റ് മാറിയതിന് ശേഷം ഉണ്ടാകുന്ന നല്ല നല്ല മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഷൈൻ ടോമിനെ ഇപ്പം കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ ഈ നല്ല നല്ല മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും റിയലൈസ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിർത്താനുള്ളൊരു ഒരു ചിന്ത ഉണ്ടായ നല്ലത്. ചിന്ത ഉണ്ടാവണമെന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. ആർക്കും ഉപദേശിച്ച് ആരെയും നന്നാക്കാനൊന്നും പറ്റില്ല. സ്വയം മനസ്സിലാക്കി മാറുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അത് ഷൈനും പറയുന്നുണ്ട്. അത് സ്വയം തോന്നണം, ഇങ്ങനെ എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഒരാൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അവനവന് തോന്നണം, ഞാൻ മാറണം, പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, എനിക്കും പ്രയാസമാണ്, ചുറ്റുള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ്, ഇതും കൂടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് ആളുകൾക്ക് തോന്നും കൂടി ആക്ച്വലി വേണം. ഈ തോന്നലുണ്ടായാലാണ് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നാട്ടുകാർക്കും ബുദ്ധിമുട്ട്, വീട്ടുകാർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട് എന്നുള്ള ലെവലിൽ ഇങ്ങനെ പോവാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്കെന്തോ ഷൈൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു യെസ് ഓഫ് കോഴ്സ് കണ്ടൻറ്റാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടൻറ്റാണ്. പക്ഷേ ഒരു കോണ്ടൻറ്റ് മാത്രമായിട്ടല്ല, ജെനുവിൻലി ആ ഒരു 55 മിനിറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ജെനുവിൻലി ഫീൽ ചെയ്തായിരുന്നു. അപ്പം അതങ്ങനെ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഞാൻ കണ്ടു തീർത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചും കൂടി ഒന്ന് സംസാരിച്ചേക്കാം. കാരണം നമ്മൾ പലരെയും വിമർശിക്കാൻ 1008 നാവ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ലത് പറയാനും നല്ലത് കാണുമ്പോൾ ജെനുവിൻലി ഫീൽ ചെയ്തതും പറയാൻ എന്തിന് ഹെസിറ്റേറ്റ് ചെയ്യണം. സോ ഐ ഫെൽറ്റ് ലൈക്ക് ഡൂയിങ് എ വീഡിയോ. പക്ഷേ വിമർശനം ഇല്ലാത്തതുകൊണ്ട്, നല്ലത് പറയുന്നതുകൊണ്ട് തന്നെ എത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടുന്നുള്ളത് ഐ ഡോണ്ട് നോ. ബട്ട് പറയണം തോന്നി, പറയുന്നു. പിന്നെ ആ ഒരു കാര്യം പറയട്ടെ, ഷൈൻ അടിപൊളിയായിട്ട് വരുന്നു വയ്ക്കോ. ആസ് എ പ്രേക്ഷകൻ ഞാൻ പറയാണ്, അടിപൊളിയായിട്ട് വരും ഷൈൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാം, കണ്ടിട്ടുണ്ട് നമ്മൾ. ഇഷ്കിലായിക്കോട്ടെ, ഇഷ്കിലൊക്കെ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, ഈ കിട്ടു പെർഫോമൻസ് ആയിരുന്നില്ല, എന്തൊരു ആക്കട പുള്ളി. ഭീഷ്മ ആയിക്കോട്ടെ, തല്ലുമാലയിലായിക്കോട്ടെ, അവിടെ ഉണ്ട്, ടോവിനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് തല്ലുമാലയിൽ. പക്ഷെ ഷൈൻ്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് അതിന് കിട്ടുന്നൊരു ഒരു ഏരിയയുണ്ട്. ഇതിഹാസ ആയിക്കോട്ടെ, അങ്ങനെ കുറേ സിനിമകൾ പുള്ളി നല്ലത് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അതങ്ങ് പോയി. കുമാരിയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയുടെ ബുദ്ധിമുട്ട്, അതേപോലെ പല സിനിമകളിലും പാഷൻ കോക്കും പലരും ഇത് മറ്റേ ഫേസ്ബുക്കിലും കമൻറ്റ് ബോക്സുകളിലും ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും പുള്ളി ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുണ്ടായിരുന്നത് ഈ ക്ലാരിറ്റി ഇല്ലായ്മയും, അല്ലെങ്കിൽ പുള്ളിയുടെ പണ്ടത്തെ ആ ഒരു പവർ ഇപ്പം ഇല്ല എന്നുള്ളൊരു സംഭവം പുള്ളി കേട്ടിട്ടുണ്ട്. ഇപ്പം അത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ പറയുന്നുണ്ട് ക്ലാരിറ്റി ഇല്ലായ്മയുടെ സംഭവവും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങേര് ഇപ്പം അത് ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ട് ആളുകൾ ഇത് വിമർശിക്കുന്ന സമയത്ത് പുള്ളിക്കിത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അത് പുള്ളിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. ഇപ്പം അത് പുള്ളിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം പല ഇൻ്റർവ്യൂസും പുള്ളി പഴയതെടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഓവറായിരുന്നില്ലേ എന്ന് പുള്ളിക്ക് ഇപ്പം തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നത് കേൾക്കുമ്പോൾ ഒരാളുണ്ടല്ലോ, അവനവൻ്റെ ഒരു മിസ്റ്റേക്ക്
അവനവൻ തിരുത്തണം എന്നുള്ളത് സ്വയം തോന്നിയിട്ട് അത് തുറന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമുക്ക് ആ പറയുന്നവരോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നും, വല്ലാത്തൊരു സ്നേഹം തോന്നും. ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും എനിക്ക് ഷൈനിനോട് ആക്ച്വലി തോന്നുന്നുണ്ട്. അത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജെനുവിൻലി ഉള്ള വികാരമാണ് ആക്ച്വലി പറയുന്നത്. കിട്ടില്ല മനുഷ്യൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, തിരുത്തുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടിയും പുള്ളി പറഞ്ഞു, പല സിനിമകൾക്കും ഈ പറഞ്ഞ ക്ലാരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് പുള്ളി റീഡബ് ചെയ്തിട്ടുണ്ട് അത്ര. അത് ഏതൊക്കെ സിനിമകളാണെന്ന് എനിക്ക് അറിയില്ല, പുള്ളി അത് ഇൻ്റർവ്യൂവിൻ്റെ അത് പറഞ്ഞതാണ്. ക്ലാരിറ്റി ഇഷ്യൂ കാരണം പല സിനിമകളും പുള്ളി റീഡബ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേരുടെ തെറ്റ് മനസ്സിലാക്കിയാൽ അയാളത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി പുള്ളി എഫേർട്ട് എടുക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്. പിന്നെ ഇടയിൽ വെച്ചിട്ട് ആ സിനിമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതൊരു ഘട്ടത്തിൽ ലഹരി ഉപയോഗത്തിലേക്ക് എത്തി. അവിടെ നിന്ന് പുള്ളി ചെറുതായിട്ട് മിസ്സായി പോയതാണ്. ബട്ട് ഈ ലഹരിയുടെ പരിപാടി ഒന്ന് കംപ്ലീറ്റ്ലി വിട്ട് റീഹാബിലൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ. പുള്ളി ഇപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇനി നല്ല നല്ല സിനിമകളും കിടിലൻ ക്യാരക്ടറും അത് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഗംഭീര പഴയ ഷൈൻ ടോം ചാക്കോനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നോക്കിക്കോ, പുള്ളി അടിപൊളിയാവും. മറ്റേ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമയിൽ വിഷമായി പോയി എനിക്ക്. കാരണം പുള്ളി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ വേറെ ആരോണ്ട് ഡബ് ചെയ്ത്. പക്ഷെ അത് ഷൈൻ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ നൈസ്. അത് പക്ഷേ ഈ ക്ലാരിറ്റി ഇല്ലായ്മയും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു അത് ഡബ് ചെയ്യാതൊക്കെ ഇരുന്നത്. പക്ഷെ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ എല്ലാത്തിലും, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, എല്ലായിടത്തും പുള്ളിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടും. സ്വയം ഡബ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വേറെ റേഞ്ചിലെത്താൻ പൊട്ടൻഷ്യലുള്ള അത്രയും കാലിബറുള്ള ആക്ടറാണ് പുള്ളി. അത് അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം എനിക്ക് മുമ്പ് തോന്നിയൊരു വിഷമൊക്കെ എനിക്ക് മാറി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷൈൻ്റെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടർ ഇങ്ങനെ താഴേക്ക് പോകുന്ന കാണുമ്പോൾ ദുഃഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാനത് മാറി പറയുകയാണ്. ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു മാറ്റത്തിൽ. കാരണം നന്നായിട്ട് ആ സ്ഫുടതയും ക്ലാരിറ്റിയൊക്കെ വരുന്നു. പിന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, പുള്ളി ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മടുക്കുമല്ലോ, ഒരേ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മടുക്കുന്ന സമയത്തൊക്കെ ഇടയിൽ ഗ്യാപ്പ് എടുക്കുമ്പോൾ പുള്ളി സിഗരറ്റ് വലിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അത്ര. പക്ഷെ എന്താണ് ഇപ്പോൾ സിഗരറ്റ് വലി അത് ഒഴിവാക്കിയിട്ട് ഡബ്ബിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് വല്ല ഗെയിംസ് കളിക്കാൻ വേണ്ടി പോവുക, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റിയിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന്. അതെന്തൊരു ഹെൽത്തിയാണെന്ന് അറിയോ? തലച്ചോറിനും അത് വളരെ ഹെൽത്തിയാണ്. അത് അങ്ങനെ ശാരീരികമായിട്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഊർജ്ജം കിട്ടും. അതിനൊരു ബ്ലഡ് ഫ്ലോ അങ്ങനെയാണ് വർക്ക് ചെയ്യുക, നമ്മളങ്ങനെ കൂടുതൽ ഫിസിക്കലി ആക്റ്റീവ് ആവുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് നന്നായി. സിഗരറ്റ് ആയിക്കോട്ടെ, കള്ളുകൂടി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ, അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് നന്നായി, അത് നല്ലൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ. ഇത് ആക്ച്വലി പുള്ളി ഇപ്പോൾ 1-2-3 ഇൻ്റർവ്യൂസ് ആയിട്ട് ക്ലിയർ ആണ്. ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മറ്റേ ഹൈദർ അലിയുടെ ചാനലിലുണ്ടായിരുന്നു, ഒക്കെ നീറ്റായിരുന്നു. പക്ഷെ മനീഷ് നാരായണൻ്റെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. മനീഷ് നാരായണൻ്റെ ക്യൂ സ്റ്റുഡിയോയിലുള്ള ഇൻ്റർവ്യൂ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഞാനത് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിരുന്ന് കണ്ട്. കാരണം മനീഷ് നല്ലൊരു ലിസണറാണ്. അപ്പം നല്ലൊരു ഗസ്റ്റിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പം എനിക്ക് ഞാൻ മുമ്പും പറഞ്ഞില്ല, മനീഷ് നാരായണൻ്റെ ചാനൽ എനിക്ക് പുള്ളി ചെയ്യുന്ന ഇൻ്റർവ്യൂ സെഷൻസ് എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്. അപ്പം ഞാൻ ഇന്നത് കണ്ടപ്പോൾ ഞാനത് എടുത്ത് പറയാൻ കാരണം അതാണ്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു കിടിലൻ ഇൻ്റർവ്യൂ ആയിരുന്നു അത്. മനീഷും നല്ലൊരു സ്പേസ് കൊടുത്തു ഷൈനെ കുറേ ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ. അത് ഷൈനാണെങ്കിൽ അത് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 55 മിനിറ്റ് നമുക്ക് മൊത്തം നമ്മുടെ ഒരു വീഡിയോൻ്റെ അകത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് നമ്മുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആസ് എ പ്രേക്ഷകൻ നമ്മുടെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയ കാര്യങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് പറയുന്നു എന്ന് മാത്രം. 10-14-15 മിനിറ്റിൽ ഇത്രേ പറയാനുള്ളൂ. ഷൈൻ പൊളിക്കട്ടെ. പിന്നെ കുറേ വേട്ടവളിയന്മാർ പിന്നെയും വരും. ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. എന്താ പറയുക, ആൾ വീണ്ടും വലിയ പരിപാടിയൊക്കെ തുടങ്ങുന്ന കളി രീതിയിൽ പറഞ്ഞ നെഗറ്റിവിറ്റിയും കൊണ്ട് കുറച്ച് ആൾക്കാർ വരും. പക്ഷെ അത് കാര്യമാക്കണ്ട, അത് വെറും തീട്ടക്കണ്ടി പട്ടിത്തിട്ടങ്ങളാണ്. അവരങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഒരാൾ നന്നാവുന്ന കാണുമ്പോഴേ ഒരാൾ നന്നാവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് അയാളെ പുച്ഛിച്ച് തള്ളാനോ മാറ്റി നിർത്താനോ അല്ല നിൽക്കേണ്ടത്. അയാളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനും കയറി വാ മുത്തേ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്ന് ഈ ടോക്സിക് ആയിട്ട് ജഡ്ജ് ചെയ്ത്
ഇപ്പം വീണ്ടും തുടങ്ങും എന്നൊക്കെ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അന്ന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് കുറേ തന്തയ്ക്ക് പറക്കാത്ത നായിൻ്റെ മക്കൾ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് ആണ് ഷൈനെ ബ്ലെയിം ചെയ്തു. അവൻ വല്ലതും അടിച്ചിട്ട് പുകച്ചിട്ടൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം ആൾക്കാർ ആ ന്യൂസ് വന്ന സമയത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തോരം ആളുകൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. തെണ്ടികൾ എന്തറിഞ്ഞിട്ടാണ്. പിന്നെ അത് അറിയാൻ കഴിഞ്ഞു, അതെന്താ അവരുടെ ഫ്രണ്ടോ ഡ്രൈവറോ എന്തോ മാനേജറോ ആരോ എങ്ങാണ്ടാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഷൈന് ഒന്നും അറിയാതെ ബാക്കി കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന്. അയാൾ എന്ത് പഴച്ച്? അതാണ്, ഒരാൾ നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള ചില ഊളകൾ, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ കുറ്റം പറഞ്ഞ് പിന്നെയും കുഴിയുള്ളിലേക്ക് തന്നെ തള്ളിവിടാനുള്ള പ്രവണതയാണ് ആക്ച്വലി കാണിക്കുക. വെറുതെ അല്ല സൊസൈറ്റി മൈരാണെന്ന് പറയുന്നത്. ഈ മൈരന്മാർ കുറേ ഉണ്ട്. ഈ മൈരന്മാർ കാരണം നശിച്ചു പോകുന്ന, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് പാവങ്ങളും ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഷൈൻ ടോം ചാക്കോ മുത്ത് പൊളി. എന്തെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഷൈനെ. എന്തെങ്കിലും നേരിട്ട് കാണാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹഗ്, ഒരു കിസ് തരണം. എന്നിട്ട് എനിക്ക് ഷൈനോട് പറയണം, ഷൈനെ നിങ്ങൾ പൊളി മനുഷ്യനാണ്, അത്രയും പൊട്ടൻഷ്യലുള്ള, വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന, അത്രയും കഴിവുള്ള, ഏത് റേഞ്ച് വരെ പോകാനും ഒരു റേഞ്ചുള്ളൊരു നടനാണ് നിങ്ങളിപ്പോൾ ഉള്ള മാറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നന്നായി പോകണം. നശിച്ചു പോരുന്ന കാണാൻ ഇഷ്ടമില്ല, വിഷമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്നെനിക്ക് നേരിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നേരിട്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റട്ടെ. ഇത്രേ പറയാനുള്ളൂ. ഷൈൻ ടോം ചാക്കോ.